ഹായ് ഹലോ ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. നിങ്ങളറിയാതെ നിങ്ങളെ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? അതായത് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളെ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഇതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ചധികം സൈനുണ്ട്. ഏതൊക്കെയാണ് ഈ ഒരു സൈൻ എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി എന്ത് വേണമെങ്കിലും ചെയ്യും. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരാവശ്യം വന്നു, നിങ്ങൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പല ഫ്രണ്ട്സിനോടും ചോദിച്ചു, പക്ഷെ ആരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. എന്നാൽ ഈ കാര്യം അറിഞ്ഞ ഉടൻ തന്നെ നിങ്ങളെ രഹസ്യമായിട്ട്, അതായത് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളെ പ്രണയിക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ ഒരു വ്യക്തി വന്നിട്ട് ആ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരികയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്കും വേണ്ടി എന്ത് റിസ്ക് എടുത്തും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ റിസ്ക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. അതായത് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ അവർ നിങ്ങളെ പ്രണയിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ദേ ലിസൺ ടു യു. അതായത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, എത്ര ബോറിംഗ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര ഇറിറ്റേറ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ പോലും ഈ ഒരു വ്യക്തി അതൊക്കെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കും. ഇങ്ങനെ നിങ്ങൾ പറയുന്ന എല്ലാ പൊട്ടത്തരങ്ങളും അല്ലെങ്കിൽ എന്ത് ബോറായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു വ്യക്തി ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ച് ഇരുന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളെ രഹസ്യമായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ദേ റിമെമ്പർ ദ ലിറ്റിൽ തിങ്സ്. അതായത് നിങ്ങൾ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തി ഓർത്തിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ആ കാര്യമൊക്കെ പറഞ്ഞിട്ട് ആ കാര്യമേ മറന്നുപോയി കാണും. പിന്നീട് പറയുമ്പോൾ പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. എന്നിരുന്നാലും ആ ഒരു വ്യക്തി ആ ഒരു കാര്യം മറക്കത്തേ ഇല്ല. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർത്ത് വെച്ചിട്ട് പിന്നീട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ കാര്യമൊക്കെ ഓർത്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി പറയാറുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങളെ കാണുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു വ്യക്തി വല്ലാണ്ട് അങ്ങോട്ട് സന്തോഷിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ആകാറുണ്ടോ? അതായത് നിങ്ങളെ കാണുമ്പോഴത്തേക്കും അവരുടെ പല്ലൊക്കെ ഇതാ വെളി വരികയാണ്, അല്ലെങ്കിൽ രണ്ട് കവിളൊക്കെ ചുമക്കുന്നു, ഭയങ്കര ഒരു ഹാപ്പി, ഭയങ്കര സന്തോഷം. ആ ഒരു സന്തോഷം അവരെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്കും തോന്നും. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ കാണുമ്പോഴത്തേക്കും വല്ലാണ്ട് അങ്ങോട്ട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തി നിങ്ങൾ അറിയാതെ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നതാണ്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കുറച്ച് ജലസിയാണ്. അതായത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഒക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഈ ഒരു വ്യക്തിക്ക് കുറച്ച് അസൂയ അല്ലെങ്കിൽ ഒരു പിടിക്ക് കുശുമ്പൊക്കെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീലാകും. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുകയാണ്, എന്നിട്ട് വന്നിട്ട് ഈ ഒരു വ്യക്തിയോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ ഒരു വ്യക്തി മുഖമൊക്കെ വീർപ്പിച്ച് വെക്കുന്നു, അങ്ങോട്ട് തിരിഞ്ഞു വെക്കുന്നു, ഒരു ജാട, ഒരു കുശുമ്പും അസൂയ, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ഫീലാകുകയാണ്. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ആറാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, നിങ്ങൾ ആ ഒരു വ്യക്തിനെ നോക്കുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ നോക്കുകയാണല്ലോ, അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നും ഒരു സ്പെഷ്യൽ, അതായത് ഒരു ഫീൽ സ്പെഷ്യൽ എന്ന് പറയും. അതായത് അവർ നോക്കുന്ന ഒരു രീതി തന്നെ ഡിഫറെൻ്റ് ആണ്. ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ നിങ്ങളെ നോക്കുന്നത് പോലെയല്ല ഈ ഒരു വ്യക്തി നിങ്ങളെ നോക്കുന്നത്. അത് നിങ്ങൾക്ക് അവരുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഭയങ്കര സ്പെഷ്യലായിട്ട് നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളെ നോക്കുന്നുണ്ടെങ്കിൽ
അതിനർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളെ പ്രണയിക്കുകയാണ് എന്നതാണ്. ഇതാണ് നമ്മുടെ 6ാമത്തെ കാര്യം. അപ്പോൾ ഈ പറഞ്ഞ 6 കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം. വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണം. പിന്നെ ഇതൊന്നും അറിയാതെ നടക്കുന്ന നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം വേറൊരു അടിപൊളി ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.